ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഞാൻ 2 പാക്കറ്റ് പാലും 1 കപ്പ് അടയും 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഈ 2 പാക്കറ്റ് പാല് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുക്കറിലേക്ക് ഒഴിച്ചിട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി തിളപ്പിക്കാം. പാല് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ടതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ വേവിക്കുക. ഈ 1 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് പരമാവധി വിസിൽ പോവാണ്ട് നോക്കട്ടെ. വിസിൽ പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഓണാക്കുക കേട്ടോ. അങ്ങനെ 1 മണിക്കൂറെങ്കിലും ഈ പാല് ഇരുന്നിട്ട് കുറുകണം കേട്ടോ. കുറുകി വന്ന പാല് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തുറന്ന് നോക്കരുതിട്ട് അരമണിക്കൂർ ആറാൻ വേണ്ടി വെക്കുക. അരമണിക്കൂറിന് ശേഷം വേണം കുക്കർ തുറക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം കൊണ്ട് നമുക്ക് അട വേവിക്കാൻ വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നന്നായി തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ അട ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അതിൽ തന്നെ വെക്കുക. അതിനുശേഷം ഈ അട എടുത്തിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിലിട്ടിട്ട് നന്നായി ഒന്ന് ഊറ്റിയെടുക്കുക. അപ്പോൾ ഈ അടയുടെ ഒട്ടലൊക്കെ മാറിക്കിട്ടു കേട്ടോ. അതിനുശേഷം ഈ പാലിലേക്ക് നമ്മുടെ അടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ച് ഇളക്കി എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം തയ്യാറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി കളറിലും മണത്തിലൊക്കെ നല്ല മാറ്റമുണ്ട്. ഒരു ചെറുതായിട്ടൊരു റോസ് കളർ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.